എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. കണ്ടോ, എന്താണെന്ന് മനസ്സിലായോ? ഇത് സേമിയയാണ്. നമുക്ക് ഈ സേമിയ കൊണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ദാ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് സേമിയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 100 ഗ്രാമാണുള്ളത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. കാര്യം പാക്കറ്റ് നമുക്ക് വറുത്തതാണ് കിട്ടുന്നതെങ്കിലും നമ്മളിതൊന്ന് വറക്കണം. എന്നാലാണ് നമ്മുടെ ഉപ്പുമാവ് കുഴഞ്ഞു പോകാതെ നല്ല വെറുന്ന് കിടക്കുകയുള്ളൂ. അതിനായിട്ട് 1/2 സ്പൂൺ നെയ്ക്കകത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ പയ്യൊന്ന് കളറ് മാറി ഒരു വറുത്ത് പാകമാകുന്ന സമയത്ത് ഒരു സ്മെല്ല് വരും. ആ സമയത്താണ് നമ്മളിത് വാങ്ങേണ്ടത്. ഏകദേശം ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രം തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യാറുള്ളത്. ഇതിലേക്ക് ഞാനൊരു കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നു. ഉപ്പുമാവിനകത്ത് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് അല്ലേ? അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തത്. അതൊരു ബോൾ പോലെ ആയി വരുന്ന സമയത്ത് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പയ്യെ ചുമന്ന് വരട്ടെ. മുന്തിരി എല്ലാം ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാം ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അതിട്ട് ബാക്കി വന്ന ആ എണ്ണയ്ക്കകത്തേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായി. ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക്, ഒരെണ്ണം ഇടുന്നുള്ളൂ, കാരണം ഒരുവിധം എരിവുള്ളതാണ്. അതുകൊണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ടിട്ടുണ്ട്. ഒന്ന് പയ്യെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. മുളകൊന്ന് മൂത്ത് വന്നപ്പം ഒരു കുറച്ച് കറിവേപ്പില, ഇപ്പോൾ എല്ലാം പാകത്തിന് മൂപ്പായിട്ടുണ്ട്. കണ്ടോ, ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഈ സവാള ഇടുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം, നല്ലൊരു ബ്രൗൺ കളറായി വരണം. അതാണ് സവാളയുടെ പാകം. ആ സമയത്താണ് കണ്ടോ, കളറെല്ലാം മാറി നല്ല ഒരു ബ്രൗൺ കളറായി വന്നിട്ടില്ല. ഈ സമയത്താണ് നമ്മൾ 1 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ക്യാരറ്റും കൂടെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ക്യാരറ്റ് വേവൊന്നും വേണ്ട, ഒന്ന് ഇളക്കി ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചാൽ മതി. ഇനി സേമിയ എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ച് നിങ്ങൾ കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ കൂടുതലായി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. നമ്മുടെ ഉപ്പുമാവ് നല്ല പൊടിയായിട്ട് കിടക്കുകയില്ല. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആ 1 ഗ്ലാസ് സേമിയയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ആ ക്യാരറ്റ് വെന്തിരിക്കും. കണ്ടോ, തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. നമ്മൾ സേമിയ ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഇത് വേവാനായിട്ട് സിമ്മേലാണ് വയ്ക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും, സേമിയ വേഗത്തുമില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് സിമ്മേൽ ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇളക്കി ഒന്ന് മറിച്ചിടണം. മുകളിലത്തെ അടിയിലായി വരുത്തക്ക വിധം
ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ? അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ മൂടി നമ്മൾ വെക്കണം. സൂപ്പർ ടേസ്റ്റാണ് ഈ സേമിയ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ. നോക്കാം നമുക്ക് വെന്തോന്ന്. കണ്ടോ? നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി പാകത്തിനായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. കണ്ടോ? കണ്ടാൽ തന്നെ അറിയാവില്ല ആ സേമിയ വെന്തെന്നുള്ളത്. കണ്ടോ? അതാണ് പറഞ്ഞത്, കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോകുമെന്ന്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ചിരകിയത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒന്നിങ്ങനെ എല്ലാം കൂട്ടി വയ്ക്കുക. ഇനി മൂടിയൊന്നും വെക്കേണ്ട, 1 മിനിറ്റ് ഇങ്ങനെയൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇളക്കുക. അപ്പോൾ ആ തേങ്ങ വെന്തും കിട്ടും, അതിൻ്റെ സ്വാദ് ഇറങ്ങുകയും ചെയ്യും. കണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സേമിയ ഉപ്പുമാവ്, ഒട്ടും കുഴഞ്ഞു പോകാതെ. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഒഴിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാൽ അത് കുഴഞ്ഞ് പായസം പോലെയായി പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിച്ച് വേണം. ഈ സമയത്ത് എടുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. നല്ലൊരു സ്മെല്ലാണ് ഇപ്പം തന്നെ വരുന്നത്. കണ്ടോ? എന്ത് നല്ല ഉപ്പുമാവാണെന്ന് നോക്ക്. ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ്. നമ്മൾ റവ കൊണ്ട്, ഗോതമ്പ് കൊണ്ട്, ഓട്സ് കൊണ്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കിയാലേ അതുപോലെ തന്നെയാണ് ഈ സേമിയയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് നോക്കാം. പാകത്തിന് ഉപ്പുമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കണ്ടോ? സൂപ്പർ ടേസ്റ്റ് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാവോ? എത്ര ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെ ഉണ്ടാക്കിയ ഇത് കഴിച്ചിരിക്കുക, അതിന് യാതൊരു തർക്കവുമില്ല. കണ്ടോ? കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ നമ്മുടെ ഉപ്പുമാവ് നല്ല സുന്ദരമായ ഉപ്പുമാവാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.